ഫ്രണ്ട്സ്, വെൽക്കം ടു എസ്എൽസ് അക്കാഡമി. നമ്മൾ നോക്കുന്നത് 2003 മുതൽ 2017 വരെ LDC എക്സാമിന് ചോദിച്ചിട്ടുള്ള സയൻസ് ചോദ്യങ്ങളാണ്. ആദ്യമായിട്ടാണ് അതിന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് നോക്കാം. മുതിർന്ന മനുഷ്യന്റെ തലച്ചോറിലെ ശരാശരി ഭാരം എത്രയെന്ന് വെച്ചാൽ 1 മുതൽ 1.25 കിലോഗ്രാം, 1.5 കിലോഗ്രാം. എത്രയാണ്? 1 മുതൽ 1.5 കിലോഗ്രാം ആണ് മനുഷ്യന്റെ തലച്ചോറിന്റെ ശരാശരി ഭാരം. അടുത്ത്, അന്തരീക്ഷത്തിലെ ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് വെച്ചാൽ ഏതാണ്? ഹൈഗ്രോമീറ്റർ. അടുത്ത ചോദ്യം, രക്തസമ്മർദ്ദം കൂടിയ അവസ്ഥ എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഹൈപ്പർ ടെൻഷൻ. അടുത്ത, ക്രാണശക്തി ഏറ്റവും കൂടുതലുള്ള ജീവി സ്രാവ്. അടുത്ത്, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജൻ. അടുത്ത പോയിന്റ്, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണുന്ന ധാതു എന്ന് വെച്ചാൽ കാൽസ്യം. അടുത്ത പോയിന്റ്, ഇലക്ട്രോ കാർഡിയോഗ്രാം കണ്ടുപിടിച്ചത് വില്യം ഐൻതോവൻ. ഒന്നുകൂടെ നോക്കാം. മുതിർന്ന മനുഷ്യന്റെ തലച്ചോറിന്റെ ശരാശരി ഭാരം 1 മുതൽ 1.5 കിലോഗ്രാം ഭാരം. അടുത്ത്, അന്തരീക്ഷത്തിൽ ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് വെച്ചാൽ ഹൈഗ്രോമീറ്റർ. അടുത്ത്, രക്തസമ്മർദ്ദം കൂടിയ അവസ്ഥയെ എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഹൈപ്പർ ടെൻഷൻ. അടുത്ത്, ക്രാണശക്തി ഏറ്റവും കൂടുതലുള്ള ജീവി സ്രാവ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജൻ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലായി കാണുന്ന ധാതു കാൽസ്യം. ഇലക്ട്രോ കാർഡിയോഗ്രാം കണ്ടുപിടിച്ചത് വില്യം ഐൻതോവൻ. അടുത്ത പോയിന്റ്, റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാൽ ഹെൻറി ബെക്കറൽ. അടുത്ത, ടെലഫോൺ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഗ്രഹാം ബെൽ. തുരിശിന്റെ രാസനാമം എന്ന് വെച്ചാൽ കോപ്പർ സൾഫേറ്റ്. അടുത്ത, വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡ്. അടുത്ത പോയിന്റ്, ഉയരം അളക്കുന്നതിന് വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് വെച്ചാൽ അൾട്ടിമീറ്റർ. അടുത്ത, പഴവർഗ്ഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന പഴം മാമ്പഴം. അടുത്ത പോയിന്റ്, അലക്കുകാരത്തിന്റെ രാസനാമം എന്ന് വെച്ചാൽ സോഡിയം കാർബണേറ്റ്. പൊതുവെ നോക്കാം. റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഹെൻറി ബെക്കറൽ. ടെലഫോൺ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഗ്രഹാം ബെൽ. തുരിശിന്റെ ശാസ്ത്രനാമം കോപ്പർ സൾഫേറ്റ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡ്. ഉയരം അളക്കുന്നതിന് വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് എന്ന് ചോദിച്ചാൽ അൾട്ടിമീറ്റർ. പഴവർഗ്ഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന പഴം മാമ്പഴം. അലക്കുകാരത്തിന്റെ രാസനാമം സോഡിയം കാർബണേറ്റ്. അടുത്ത പോയിന്റ്, ഓസോൺ തന്മാത്രകൾ അന്തരീക്ഷത്തിന്റെ താഴെത്തട്ടിൽ കാണുന്നത് എന്തുകൊണ്ട് ചോദിച്ചാൽ സാന്ദ്രത കുറവാണ്. അടുത്ത പോയിന്റ്, ജനിതക സ്വഭാവത്തിന് നിദാനമായ തന്മാത്ര എന്ന് വെച്ചാൽ DNA. അടുത്ത, ശിശു വളരുമ്പോൾ എല്ലുകളുടെ എണ്ണം കുറയുന്നു. അപ്പോൾ കുഞ്ഞായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എല്ലുണ്ടായിരിക്കും. അത് പിന്നീട് വളരും തോറും അത് കുറഞ്ഞു വരും. ഏകദേശം 300-നടുപ്പിച്ച് എല്ലുകൾ ഉണ്ടാവും എന്നാണ് കണക്ക്. അടുത്ത, ഒരു 60 വാട്ട് ബൾബും ഒരു 100 വാട്ട് ബൾബും ശ്രേണിയിൽ ഘടിപ്പിച്ചാൽ ഏത് ബൾബിനാണ് കൂടുതൽ പ്രകാശം ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ 60 വാട്ട് ബൾബിനാണ്. അടുത്ത, കേരളത്തിലെ കടൽ തീരങ്ങളിൽ കാണുന്ന കരിമണൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ അണുശക്തി പ്രാധാന്യമുള്ളത് എന്ന് വെച്ചാൽ തോറിയം. അടുത്ത, പച്ചക്കറിയിൽ കൂടി ലഭ്യമാകാത്ത ജീവകം എന്ന് വെച്ചാൽ വൈറ്റമിൻ ഡി അല്ലെങ്കിൽ ജീവകം ഡി. ഒന്നുകൂടെ നോക്കാം. ഓസോൺ തന്മാത്രകൾ അന്തരീക്ഷത്തിന്റെ താഴെത്തട്ടിൽ കാണുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ സാന്ദ്രത കുറവാണ്. ജനിതക സ്വഭാവത്തിന് നിദാനമായ തന്മാത്ര എന്ന് വെച്ചാൽ DNA. ശിശു വളരുമ്പോൾ എല്ലുകളുടെ എണ്ണം കുറയുന്നു. ഒരു 60 വാട്ട് ബൾബും ഒരു 100 വാട്ട് ബൾബും ഒരു ശ്രേണിയിൽ ഘടിപ്പിച്ചാൽ ഏത് ബൾബിനാണ് കൂടുതൽ പ്രകാശം ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ 60 വാട്ട് ബൾബ്. അടുത്ത്, കേരളത്തിലെ കടൽ തീരങ്ങളിൽ കാണുന്ന കരിമണലിൽ അടങ്ങിയിട്ടുള്ള അണുശക്തി പ്രാധാന്യം മൂലകങ്ങൾ അണുശക്തി പ്രാധാന്യമുള്ളത് എന്ന് വെച്ചാൽ തോറിയം. അടുത്ത്, പച്ചക്കറിയിൽ കൂടി ലഭ്യമാകാത്ത വൈറ്റമിൻ എന്ന് വെച്ചാൽ വൈറ്റമിൻ ഡി. അടുത്ത പോയിന്റ്, കടലിന്റെ ആഴമളക്കുന്ന യൂണിറ്റ് ആണ് ഫാത്തം. എന്നാൽ ഒരു ഫാത്തം എന്ന് പറയുന്നത് എത്രയാണ്? 6 അടിയാണ്. അടുത്ത, സൂര്യപ്രകാശത്തെ ഏറ്റവും അധികം പ്രതിഫലിപ്പിക്കുന്ന ഗ്രഹം എന്ന് വെച്ചാൽ ശുക്രൻ. അടുത്ത പോയിന്റ്, കളവ് പറയുമ്പോൾ കണ്ടുപിടിക്കുന്ന ഉപകരണം എന്ന് വെച്ചാൽ പോളിഗ്രാഫ്. അടുത്ത പോയിന്റ്, കൃത്യമായി പഴങ്ങൾ പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാരകമായ രാസവസ്തു കാർബൈഡ്. അടുത്ത്, ക്ലോണിങ്ങിലൂടെ പിറന്ന ആടിന്റെ പേര് എന്ന് വെച്ചാൽ ഡോളി. അടുത്ത്, ചിരിക്കുന്ന മത്സ്യം എന്നറിയപ്പെടുന്നത് ഡോൾഫിൻ. അടുത്ത്,
പ്രസവിക്കുന്ന പാമ്പ് എന്നറിയപ്പെടുന്നത് അണലി. ഓരോ കാലിലും 2 വിരൽ മാത്രമുള്ള പക്ഷി എന്ന് വെച്ചാൽ ഒട്ടകപക്ഷി. അപ്പൊ ഒന്നുകൂടെ നോക്കാം. കടലിന്റെ ആഴമളക്കുന്ന യൂണിറ്റ് ആണ് ഫാദം. എന്നാൽ ഒരു ഫാദം എത്രയെന്ന് വെച്ചാൽ 6 അടി. സൂര്യപ്രകാശത്തെ ഏറ്റവും കൂടുതൽ അധികം പ്രതിഫലിപ്പിക്കുന്ന ഗ്രഹം എന്ന് വെച്ചാൽ ശുക്രൻ. കളവ് പറയുമ്പോൾ കണ്ടുപിടിക്കുന്ന ഉപകരണം എന്ന് വെച്ചാൽ പോളിഗ്രാഫ്. കൃത്യമായി പഴങ്ങൾ പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാരകമായ രാസവസ്തു കാർബൈഡ്. ക്ലോണിങ്ങിലൂടെ പിറന്ന ആദ്യ ആടിന്റെ പേര് എന്ന് വെച്ചാൽ ഡോളി. ചിരിക്കുന്ന മത്സ്യം എന്നറിയപ്പെടുന്ന ഡോൾഫിൻ. അടുത്ത് പ്രസവിക്കുന്ന പാമ്പ് അണലി. ഓരോ കാലിലും 2 വിരൽ മാത്രമുള്ള പക്ഷി എന്ന് വെച്ചാൽ ഒട്ടകപക്ഷി. അടുത്ത പോയിന്റ്, പ്രതിധ്വനി ഉപയോഗിച്ച് ഇര തേടുന്ന പക്ഷി എന്ന് വെച്ചാൽ വവ്വാൽ. അടുത്ത് ആമാശയത്തിന്റെ അടിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥി പാൻക്രിയാസ് ഗ്രന്ഥി. അടുത്ത അധികമായി കരളിൽ അടിഞ്ഞുകൂടുന്ന വൈറ്റമിൻ എന്ന് വെച്ചാൽ വൈറ്റമിൻ എ. നമ്മുടെ ശരീരത്തിലെ ചുവന്ന രക്താണുക്കളുടെ ജീവിതകാലം എത്രയെന്ന് വെച്ചാൽ ശരാശരി 120 ദിവസം. അടുത്ത് എൻറിച്ച് യുറേനിയം എന്നറിയപ്പെടുന്നത് എന്ന് വെച്ചാൽ പ്രകൃതിദത്തമായ യുറേനിയത്തിൽ യുറേനിയം 235 ചേർക്കുന്നതിനാണ് എന്താണ് എൻറിച്ച് യുറേനിയം എന്നറിയപ്പെടുന്നത്. അടുത്ത് പ്ലാസ്റ്റിക് വ്യവസായത്തിൽ PVC എന്നറിയപ്പെടുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ പോളി വിനൈൽ ക്ലോറൈഡ്. അടുത്ത ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ. അടുത്ത പോയിന്റ്, ബ്ലാക്ക് ഹോൾ എന്നറിയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ മരിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രത്തെയാണ് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. പ്രതിധ്വനി ഉപയോഗിച്ച ഇര തേടുന്ന പക്ഷി എന്ന് വെച്ചാൽ വവ്വാൽ. ആമാശയത്തിന് അടിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥി പാൻക്രിയാസ് ഗ്രന്ഥി. അധികമായി കരളിൽ അടിഞ്ഞുകൂടുന്ന വൈറ്റമിൻ എന്ന് വെച്ചാൽ വൈറ്റമിൻ എ. നമ്മുടെ ശരീരത്തിലെ ചുവന്ന രക്താണുക്കളുടെ ജീവിതകാലം ശരാശരി 120 ദിവസം. എൻറിച്ച് യുറേനിയം എന്നറിയപ്പെടുന്ന പ്രകൃതിദത്തമായ യുറേനിയം 235 ചേർത്തതിനെയാണ് എൻറിച്ച് യുറേനിയം എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് വ്യവസായത്തിൽ PVC എന്നാൽ പോളി വിനൈൽ ക്ലോറൈഡ്. ക്രിസ്മസ് രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ. ബ്ലാക്ക് ഹോൾ എന്നാൽ മരിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രത്തെയാണ് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത്. ക്ലിയർ? നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അൺ അക്കാഡമിയിലും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നടക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത് കേരളത്തിലെ ജില്ലകളാണ്. ഇപ്പോൾ 7 ജില്ലകൾ കവർ ചെയ്ത് കഴിഞ്ഞു. അടുത്ത് 8ാമത്തെ ജില്ലയിലേക്ക് പോവാണ്. അപ്പൊ നിങ്ങൾ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്നുണ്ട്, കേൾക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫോളോ ചെയ്യുക. അരുണസിൽ എന്ന നിങ്ങളുടെ അൺ അക്കാഡമി ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം അരുണസിൽ നിന്ന് സെർച്ച് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത ടോപ്പിക്കിൽ വീണ്ടും കാണാം. താങ്ക് യു.